തുഷാരഗിരി ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ വാർഷിക ഡിജിറ്റൽ റിപ്പോർട്ട് ക്രമീകരിക്കുന്നു എന്നത് അറിയാൻ സാധിച്ചു. എല്ലാവിധ ആശംസകൾ, പ്രാർത്ഥനകൾ തുഷാരഗിരി യൂണിറ്റിന് നേരുന്നു. കോടഞ്ചേരി പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയായ പ്രകൃതി മനോഹരമായ തുഷാരഗിരിയിൽ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയോടനുബന്ധിച്ച് ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനമായ ശ്രേയസിന്റെ ഒരു യൂണിറ്റ് കോഴിക്കോട് മേഖലയുടെ കീഴിൽ 1992 സ്ഥാപിതമായി. അന്നത്തെ മലങ്കര കത്തോലിക്ക പള്ളി വികാരിയായിരുന്ന കുര്യൻ കുഴിമുറിയിലച്ചന്റെ നേതൃത്വത്തിൽ ഉദയഗിരി ഫാം ക്ലബ്ബും സ്നേഹഗിരി മഹിളാ സമാജവും രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 1998 ഈ യൂണിറ്റിൽ അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. മേഖലാ ഡയറക്ടറായി ഫാദർ തോമസ് മന്നിത്തോട്ടം, യൂണിറ്റ് ഡയറക്ടറായി ഫാദർ സിജോ പന്തപ്പള്ളി, മേഖലാ കോർഡിനേറ്റർ ലിസി റെജി എന്നിവർ യൂണിറ്റിന് നേതൃത്വം നൽകുന്നു. സംഘരൂപീകരണത്തിലൂടെ ഈ യൂണിറ്റിന്റെ സമഗ്രമായ വളർച്ച ലക്ഷ്യമാക്കി അംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, നേത്ര പരിശോധനാ ക്യാമ്പ്, യോഗ ക്ലാസ്, കുട്ടികൾക്ക് ലൈഫ് സ്കൂൾ ക്യാമ്പ്, കേന്ദ്ര തൊഴിലാളി വിദ്യാഭ്യാസ സെമിനാർ, സംഘവാർഷികം, പരിസ്ഥിതി ദിനം, SSLC+2 അവാർഡ്, സ്വാതന്ത്ര്യദിനം, ഓണാഘോഷം, അധ്യാപക ദിനം, വയോജന സംഗമം, ശിശുദിനം, ക്രിസ്മസ് ആഘോഷം, ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കിറ്റ് വിതരണം, വനദിനത്തിൽ വനത്തെ അറിയാൻ വനത്തിലൂടെ ഒരു യാത്ര എന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. 2023-24 ഭരണസമിതി യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി, മേഖലാ പ്രോഗ്രാം ഓഫീസർ ലിസി റെജി, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയി പൂവംപറമ്പിൽ, യൂണിറ്റ് ഖജാൻജി ശ്രീമതി ലാലി മലയപ്പറമ്പിൽ, യൂണിറ്റ് സെക്രട്ടറി ശ്രീമതി ലിസി ജോസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഷീല ജേക്കബ്, ശ്രീമതി ജിൻസി സജി, ശ്രീമതി ആലിസ് ജോയി, ശ്രീമതി മഞ്ജു ജോബി, ശ്രീമതി റസീന സുബൈർ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. യൂണിറ്റിൻ്റെ സിഒമാരായി മേരി ജോർജ്, ഷിൻസി വർഗീസ് എന്നിവർ സേവനം ചെയ്യുന്നു. യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് ഇവരുടെ സ്തുത്യർഹമായ സേവനം യൂണിറ്റിന് ലഭിക്കുന്നു. സ്വാശ്രയ സംഘം ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സംഘരൂപീകരണത്തിലൂടെ സാധിച്ചു. നല്ല നേതൃത്വ നിരയെ വളർത്തിയെടുക്കാനും കുടുംബങ്ങളെ ശാക്തീകരിക്കാനും 1998 സംഘരൂപീകരണത്തിലൂടെ സാധ്യമായി. തുഷാരഗിരി യൂണിറ്റിൽ ഇന്ന് സ്ത്രീ സംഘം 19, പുരുഷ സംഘം 1, മിക്സഡ് 1, ബാലജ്യോതി 7, സീനിയർ സിറ്റിസൺ 1, അങ്ങനെ 29 സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. സംഘരൂപീകരണത്തിലൂടെ സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട്. ശ്രേയസ് കോഴിക്കോട് മേഖല സംഘടിപ്പിക്കുന്ന വാർഷിക പൊതുയോഗ പരിപാടിക്ക് തുഷാരഗിരി യൂണിറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്ത്രീ ശാക്തീകരണം തുഷാരഗിരി യൂണിറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കുകയും അതിന്റെ ഫലമായി സ്ത്രീകൾ മുന്നോട്ടിറങ്ങി വിവിധ സ്വയം തൊഴിൽ സംരംഭങ്ങൾ നടത്തി അതിലൂടെ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത് മൂലം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ശക്തി ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളിൽ അവരുടെ കഴിവുകൾ കണ്ടെത്തുകയും അവയെ പ്രോത്സാഹിപ്പിക്കുകയും മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിനും സാമ്പത്തിക ശീലം വർദ്ധിപ്പിക്കുന്നതിനുമായി ബാലജ്യോതി ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. 7 ഗ്രൂപ്പുകളിലായി 70 കുട്ടികൾ നിലവിലുണ്ട്. കുട്ടികൾക്കായി കലാകായിക മത്സരങ്ങൾ, ക്വിസ് മത്സരങ്ങൾ, SSLC+2 അവാർഡ്, ലൈഫ് സ്കൂൾ ക്യാമ്പ്, ലഹരി വിരുദ്ധ ദിനം, ശിശുദിനം, ക്രിസ്മസ് സെലിബ്രേഷൻ എന്നിവ നടത്തിവരുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ശ്രേയസ് എന്ന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഇത്രത്തോളം വളർന്നു വരുവാൻ നമുക്ക് സഹായിച്ചു. പല സംഘടനകളുണ്ടെങ്കിലും ശ്രേയസാണ് നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിക്കാനും അതുപോലെ തന്നെ ഒരാളുടെ മുമ്പിൽ നിന്ന് 4 വാക്ക് സംസാരിക്കുന്നതിനും ഒക്കെ എന്നെ ബലപ്പെടുത്തിയത് ശ്രേയസാണെന്ന് വളരെ അഭിമാനത്തോടെ ഞാൻ ഈ സമയം പറയുകയാണ്. 22 വർഷമായി ഞാൻ ഈ ശ്രേയസ് എന്ന സംഘടനയിൽ വന്നിട്ട് അന്നത്തെ അവസ്ഥ വെച്ചതും ഇന്ന് എനിക്ക് ഒത്തിരിയേറെ ഉയരാൻ സാധിച്ചു. 2 ആൾക്കാരുടെ മുമ്പിൽ എണീറ്റ് നിന്ന് സംസാരിക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ചത് ശ്രേയസ് എന്ന സംഘടനയാണെന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ അറിയിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും ശ്രേയസ് എന്ന സംഘടനയ്ക്കും അതിൻ്റെ ഭാരവാഹികൾക്കും ബത്തേരി രൂപതയ്ക്കും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി പോകുന്നത് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്.
എല്ലാ മാസവും യൂണിറ്റ് ഡയറക്ടർ, യൂണിറ്റ് പ്രസിഡന്റ്, മേഖലാ പ്രതിനിധി എന്നിവരുടെ നേതൃത്വത്തിൽ യൂണിറ്റ് മീറ്റിംഗ് നടത്തിവരുന്നു. ഈ മീറ്റിംഗിൽ വെച്ച് അതത് മാസം നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത മാസം നടത്തേണ്ട പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുക്കുകയും ചെയ്യുന്നു. സംഘങ്ങളിൽ നിന്ന് ലഭിച്ച ലോൺ അപേക്ഷകൾ പരിശോധിച്ച് പാസാക്കി വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ വർഷം 12 മീറ്റിംഗ് കൂടുകയുണ്ടായി. എന്റെ ഗ്രാമം ആരോഗ്യ ഗ്രാമം. നാം വസിക്കുന്ന ഗ്രാമം ആരോഗ്യപ്രദമായി തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ ഗ്രാമം എന്റെ ഗ്രാമം എന്ന പദ്ധതി ശ്രേയസ് സംഘടന നടപ്പിലാക്കി വരുന്നു. ഇതിന്റെ ഭാഗമായി ഈ വർഷം ചെമ്പുകടവ് പ്രദേശത്ത് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, KMCT നേത്രപരിശോധന ക്യാമ്പ്, യോഗ പരിശീലന സെമിനാർ എന്നിവ സംഘടിപ്പിച്ച് നടത്തി വരുന്നു. 12 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3 മാസത്തെ യോഗ ക്ലാസ്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, പ്രഷർ, ഷുഗർ എന്നിവയെല്ലാം നടത്തുന്നതിന് തുഷാരഗിരി യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. കുടുംബ വികാസ് വായ്പാ പദ്ധതി അംഗങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംഘങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വായ്പ നൽകുന്നതിന് ഇതിലൂടെ സാധ്യമാകുന്നു. ഇതുവഴി സംരംഭങ്ങൾ തുടങ്ങുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നു. കുടുംബനിധി അംഗങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, ചെലവ് ചുരുക്കുക, മിച്ചം വെക്കാൻ അംഗങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിലൂടെ രൂപീകൃതമായതാണ് കുടുംബനിധി. ഓരോ അംഗങ്ങൾക്കും അവരുടെ മിതവ്യയത്തിലൂടെ മിച്ചം വെക്കുന്ന സമ്പാദ്യം എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കുന്നതിനും ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കുന്നതിനും ഇതിലൂടെ സാധ്യമാകുന്നു. കുടുംബനിധി നിക്ഷേപത്തിലൂടെ അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനും ആവശ്യങ്ങൾ നടത്തുന്നതിനും ഇത് സാധ്യമാകും. മിത്രം ഭവനം അശരണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ പദ്ധതിയാണ് മിത്രം പദ്ധതിയിലൂടെ 3 കുടുംബങ്ങളെ സഹായിക്കാൻ തുഷാരഗിരി യൂണിറ്റിന് സാധിച്ചു. ഇതിൽ 2 കുടുംബങ്ങൾ ആട് വളർത്തലിലൂടെയും 1 അംഗം പെട്ടിക്കടയിലൂടെയും വരുമാനം കണ്ടെത്തുന്നു. ഇവരെ സഹായിക്കുന്നതിനാവശ്യമായ തുക സഹായിക്കാൻ സന്മനസ്സുള്ളവരിൽ നിന്ന് സമാഹരിച്ച് ഇവരെ സഹായിക്കുന്നു. 3 കുടുംബങ്ങൾക്കായി 48,000 രൂപ വിതരണം ചെയ്തു. സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് പ്രായമായവർ സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന യുവതലമുറയിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നലിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് മാനസിക ഉന്മേഷം നൽകുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതാണ് സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ്. തുഷാരഗിരി യൂണിറ്റിലെ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിൽ 28 അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാ മാസവും 15-ാം തീയതി അവർ ഒത്തുചേരുകയും അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ സംഘത്തിൽ അടയ്ക്കുകയും ആവശ്യം വരുമ്പോൾ പിൻവലിക്കുകയും ചെയ്യുന്നു. സീനിയർ സിറ്റിസൺ ഗ്രൂപ്പിലെ 13 അംഗങ്ങൾക്ക് ആടിനെ വിതരണം ചെയ്തു. പ്ലേസ്മെൻറ്റ് സ്റ്റുഡൻസ് സംഘത്തിൽ വരികയും ജനറേഷൻ ഗ്യാപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു മുഖാമുഖം നടത്തുകയും ചെയ്തു. ആശാകിരണം സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും അശരണരെയും രോഗികളെയും സഹായിക്കാൻ 2020 കരുതൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് ആശാകിരണം എന്ന പദ്ധതിയും ആവിഷ്കരിച്ച് സാമ്പത്തിക സഹായം ചെയ്തു വരുന്നു. ക്യാൻസർ രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും സാമ്പത്തിക സഹായവും ഭക്ഷ്യക്കിറ്റ് വിതരണവും ചെയ്തു വരുന്നു. ശ്രേയസ് എഡ്യൂക്കേഷൻ സപ്പോർട്ടിംഗ് ടീം എന്ന പേരിൽ കുട്ടികളുടെ ഉന്നത പഠനത്തിനും തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനു വേണ്ടി 10,000 രൂപ മുതൽ 20,000 രൂപ വരെ പലിശരഹിത വായ്പ അംഗങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നൽകി വരുന്നു. നാളിതുവരെ 10,000 രൂപ വീതം 8 പേർക്കും 20,000 രൂപ വീതം 18 പേർക്കും നൽകി. ഇതിൽ 50% കുട്ടികളും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. യൂണിറ്റിലെ വിവിധ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന യൂണിറ്റ് ഇവാലുവേഷനിലൂടെയാണ്. യൂണിറ്റ് ഇവാലുവേഷനിൽ ഓരോ സംഘങ്ങളിലും റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കുകയും മറ്റ് സംഘങ്ങൾ അത് പാസ്സാക്കുകയും ചെയ്യുന്നു. ഈ യൂണിറ്റിലെ എല്ലാ വനിതകളും സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നവരാണ്. ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് ശ്രേയസ് എന്ന സംഘടനയാണ്. പശുഫാം, മുയൽ ഫാം, കോഴി ഫാം, ആട് ഫാം, ടൈലറിംഗ് ഷോപ്പ്, സ്കൂൾ ബസ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് വേണ്ടി യൂണിറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ തരികയും ആ ലോൺ ഞങ്ങൾ കൃത്യമായി തിരിച്ചടക്കുകയും അതുവഴി ഞങ്ങൾ വരുമാനം കണ്ടെത്തുകയും അത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് ശ്രേയസ് എന്ന സംഘടനയാണെന്ന് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. ഇത്രയും നാളും നമ്മുടെ യൂണിറ്റിനെ മുന്നോട്ട് നയിച്ച മേഖലാ ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ, യൂണിറ്റ് ഡയറക്ടർ, കമ്മിറ്റി അംഗങ്ങൾ, സംഘാംഗങ്ങൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും